ഏവർക്കും സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. ഈ അടുത്ത സമയങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്കുണ്ടായ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ധൈര്യത്തോടുകൂടെ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ സാക്ഷികളാകാൻ ഇടയായിത്തീരുന്നു എന്നുള്ള വലിയ സന്തോഷ വാർത്ത വിവിധ മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. അടുത്ത സമയത്ത് നമ്മൾ അറിഞ്ഞതുപോലെ ഒരു പാസ്റ്ററെ കൊണ്ട് ചാണകമൊക്കെ തീറ്റിച്ചത് നിങ്ങൾ കണ്ടു കാണും. ചാണകമല്ലാതെ ചാണകം വഹിക്കുന്ന ആളുകൾ എന്ത് കൊടുക്കാനാണ് എന്നൊക്കെയുള്ള കമന്റ്സുകളും അതിനോട് ബന്ധപ്പെട്ട് കേൾക്കാനിടയായി. എന്നാൽ പലപ്പോഴും പല ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള, വിശേഷിച്ച് വിദേശങ്ങളിലൊക്കെ പോയി താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന മട്ടിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരങ്ങളൊക്കെ പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ മതപരിവർത്തനത്തിന് പോകുന്നത് കൊണ്ടല്ലേ അവിടെ പ്രശ്നം? ഇന്ത്യയിൽ എന്തിനാ മതപരിവർത്തനം നടത്തുന്നത്? നിങ്ങൾ മതപരിവർത്തനത്തിനൊന്നും പോകണ്ട, അതുകൊണ്ടാണ് ഈ അടി കൊള്ളുന്നത്, മതപരിവർത്തനത്തിന് പോയാൽ അടി കൊള്ളും എന്നൊക്കെ വളരെ ശക്തമായി അവര് സംസാരിക്കുന്നു. അതിന് പ്രോത്സാഹനമായിട്ട് സംഘപരിവാറിന്റെ അംഗങ്ങളൊക്കെ വീഡിയോകളൊക്കെ ഈ നാളുകളിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉള്ളിലുണ്ടാകുന്ന ഒരു ഊറിയ ചിരി ഇതാണ്. അതിന്റെ കാരണം ഇതാണ്: എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതമെന്ന് അറിയാത്ത സഹോദരങ്ങളാണ് ഇത്തരത്തിലുള്ള വങ്കത്തരങ്ങളൊക്കെ പറയാറുള്ളത്. പ്രത്യേകിച്ച് ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ആളുകൾ, സംഘപരിവാറിനോട് ഒട്ടി നിൽക്കുന്നതായിട്ടുള്ള ആ ആശയങ്ങൾ പേറുന്നതായിട്ടുള്ള ആളുകൾ പറയുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമാണ്. ആ മതത്തിലേക്ക് ആളുകളെ നിങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇവിടെ എൻ്റെ സഹോദരങ്ങൾക്ക് പറ്റുന്ന ഒരു തെറ്റ്, വാസ്തവമായിട്ട് നിങ്ങൾക്ക് സഭ എന്താണെന്നോ യേശുക്രിസ്തുവിന്റെ ദൗത്യം എന്താണെന്നോ യേശുക്രിസ്തു ആരാണെന്നോ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല എന്നുള്ളത് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാതെ പോകുന്നു എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യത്തെ പങ്കുവെക്കട്ടെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, യേശു എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ മതം പണിയും, ഞാനൊരു മതം സ്ഥാപിക്കും എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ബൈബിളിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും വാക്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടാ, ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞുകൂടാ, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ക്രൈസ്തവ സുവിശേഷകരെ അല്ലെങ്കിൽ പ്രേക്ഷിത ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പാസ്റ്റർമാരെയും ഉപദേശിമാരെയും സുവിശേഷ പ്രവർത്തകരെയും ഒക്കെ അപമതിക്കുന്ന വിധത്തിലുള്ള ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയുന്നു. നിങ്ങളുടെ അറിവിലേക്ക് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ പറയുന്നുണ്ടാകും, ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം. അതാണല്ലോ ഏറ്റവും ധാർഷ്ട്യമുള്ള ആളുകളുടെ വാക്കുകളായിട്ട് പലപ്പോഴും നാം കേൾക്കാറുള്ളത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളൊരു അല്പം ശാന്തരായിട്ട് ഈ കാര്യങ്ങളൊന്ന് കേൾക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൈകൂപ്പി നിങ്ങളുടെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. എന്താണ് യേശുക്രിസ്തുവിന്റെ ദൗത്യമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കണം. ക്രിസ്തീയ സഭ എന്താണെന്ന് അറിയണം. ക്രിസ്തീയ സഭയുടെ അർത്ഥവും ലക്ഷ്യവും ദൗത്യവും എന്താണെന്ന് നിങ്ങൾ അറിയണം. ഈ കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. യേശുക്രിസ്തു സർവ്വലോകത്തിന്റെയും അധിപതി എന്ന് നമ്മൾ പറയുന്നത് സകലത്തെയും തന്റെ വാക്കിനാൽ ഉരുവാക്കിയവനായതുകൊണ്ടാണ്. യേശുക്രിസ്തു മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടതെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവികത്വം അതിൽ അന്തർലീനമാണ്. നാം ദൈവമെന്ന് പറയുന്ന വ്യക്തിത്വം തീർച്ചയായിട്ടും സകലത്തെയും സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനും പരിപാലിക്കാനും നിയന്ത്രിക്കുവാനും ശക്തനുമായതുകൊണ്ടാണല്ലോ ദൈവം എന്നുള്ള സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം എന്ന് പറയുന്നവൻ സൃഷ്ടികർത്താവാണെങ്കിൽ വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശു ദൈവമാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ആ ദൈവമായ യേശു ക്രിസ്തു, സർവശക്തിയുള്ള കർത്താവ്, ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. കാരണം ദൈവത്തിന് മതമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നവന് തീരെ വിവരമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ദൈവത്തിന് മതമുണ്ടെങ്കിൽ ദൈവം ഒരു മതത്തിന്റെ വാക്താവല്ലേ? ദൈവം ഒരു മതസ്ഥാപകനായി മാറുകയില്ലേ? അത് തന്നെ എന്തൊരു ഹമ്പക്കാണ്, എന്തൊരു വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് ദൈവത്തിന് മതമില്ല എന്നുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു കാര്യം അവൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ സഭയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് ആ വലിയ സത്യത്തെ യേശു കർത്താവ് സംസ്ഥാപിതമാക്കുവാൻ പോകുന്ന
ആ വലിയ സഭയെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. സഭ എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടമോ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു മതസ്ഥാപനമോ ആയിട്ടാണ് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അബദ്ധം പറഞ്ഞു പിടിപ്പിക്കുന്നത്. നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നു, പ്രേക്ഷിത ദൗത്യമെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പറച്ചിൽ നിങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വിശുദ്ധ ബൈബിളില് സഭയെക്കുറിച്ച് നൽകുന്ന ദർശനം നമ്മൾ ഒരു മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും അതിശ്രേഷ്ഠമായിട്ടുള്ളതും ഉയർന്നതും ആഴത്തിലുള്ള ആത്മീയമായിട്ടുള്ള കാര്യമാണ്. എന്താണ് ക്രിസ്തീയ സഭ എന്നുള്ളത് നിങ്ങൾ അറിയണം. വിശുദ്ധ ബൈബിളില് സഭയ്ക്ക് ഒരു അർത്ഥമുണ്ട്. നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ ബൈബിള് 2 ഭാഗങ്ങളാണ്. ഒന്ന് പഴയ നിയമം, അത് എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. മറ്റൊന്ന് പുതിയ നിയമം. പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്. എബ്രായ ഭാഷയിലും അരാമ്യ ഭാഷയിലും കൂടിയാണ് പഴയ നിയമം എഴുതിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ സഭ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം കൊഹൽ എന്നാണ്. കൊഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം, ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരുമിച്ച് കൂടൽ എന്നൊക്കെയാണ് അതിന് അർത്ഥം. നമുക്കറിയാവുന്ന പോലെ ഇസ്രായേൽ ജനങ്ങൾ അവരെ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയതിനെ കൊഹൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ അവിടെ യാഗങ്ങൾ അർപ്പിക്കലും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ ആ കൊഹൽ എന്നുള്ള അർത്ഥത്തിൽ അന്തർലീനമായിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയെന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ. അപ്പൊ അതിന് ഉപയോഗിച്ചിരിക്കുന്ന സഭ എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് യക് കലയെ എന്നുള്ള 2 ക്രിയാപദങ്ങളാണ്. യക് കലയെ, അത് 2 ഗ്രീക്ക് വാക്കുകളാണ്, ക്രിയാപദങ്ങളാണ്. അവ രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടായ എക്ലിസ്യ എന്നുള്ള ഒരു പദമാണ് സഭ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. യക് കലയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് വേർതിരിക്കുക, പ്രത്യേകമായി തെരഞ്ഞെടുക്കുക, മാറ്റിവെക്കുക, വിളിച്ചു കൂട്ടുക, അതേപോലെ തന്നെ വേർതിരിച്ചു വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. വിശുദ്ധ ബൈബിളില് അപ്പോസ്തല നടപടികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് പുതിയ നിയമത്തിലാണ്. അപ്പോസ്തല നടപടികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ പാപമോചനം പ്രാപിക്കുന്നവരെ അഥവാ രക്ഷാനുഭവത്തിലേക്ക് എത്തുന്നവരെ യേശുക്രിസ്തു ദിനം പ്രതി സഭയോട് കൂട്ടിച്ചേർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം യേശുക്രിസ്തുവാണ് സഭയോട് കൂട്ടിച്ചേർക്കുന്നത്. കാരണം സഭ യേശുവിൻ്റെതാണ്. യേശു കർത്താവ് തന്റെ രക്തം നൽകി, തന്റെ ജീവൻ നൽകി, തന്റെ ജീവനെ ക്രൂശിൽ ബലിയാക്കി സമർപ്പിച്ചുകൊണ്ട് തന്റെ ജീവനാൽ നമുക്കൊരു പുതുജീവൻ തന്നുകൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടത്തിനെയാണ് സഭ എന്ന് പറയുന്നത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ സഭ മനുഷ്യർ രൂപപ്പെടുത്തിയായിട്ടുള്ള ഒരു സംഘടനയല്ല. മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സംഘടനയോ ഒരു സാമൂഹ്യ വ്യവസ്ഥയോ ഒരു കൂട്ടായ്മയോ അല്ല സഭ എന്ന് പറയുന്നത്. ദൈവം തന്നെയാണ് രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പാപമോചനം പ്രാപിക്കുന്നതായിട്ടുള്ള ക്രിസ്താനുഭവമുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന ഒരാത്മിക ശരീരമാണ് സഭ എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും അവന്റെ അവയവങ്ങളുമാകുന്നു എന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. അഥവാ വിശ്വാസ ജീവിതത്തിലേക്ക് ക്രിസ്തുയേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭൂതിയുള്ളവരെ കൂട്ടിച്ചേർക്കുന്ന അനുഭവത്തെ പറയുന്നത്. അപ്പൊ സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആരാധന കേന്ദ്രമല്ല. പലപ്പോഴും സഭ എന്ന് പറയുമ്പോൾ എക്ലിസ്യ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്ത മണിമകുടമായിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ നാളുകളിൽ നമ്മളൊക്കെ ചെലവഴിക്കുന്നത്. കെട്ടിടം പണിയുന്നതായിട്ടാണ് സഭ പണിയുന്നതായിട്ട് പല ആളുകളും തെറ്റായി ധരിച്ചിരിക്കുന്നത്. ഇത് തെറ്റാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ യെരുശലേം ദേവാലയം അതിമനോഹരമായി പണിതാണ്. പക്ഷേ ആ മനോഹരമായ ദേവാലയത്തിന്റെ പണിയെല്ലാം യേശു ക്രിസ്തുവിനെ തന്റെ ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും മറ്റ് അപ്പോസ്തലന്മാരും എല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വാക്യം പോലെ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഇതൊക്കെ കാണുന്നില്ലേ, ഈ പണിയെല്ലാം കാണുന്നില്ലേ, ഇതെല്ലാം പൊളിഞ്ഞു പോകും. കെട്ടിടമൊക്കെ പൊളിഞ്ഞു പോകും, പൊളിച്ചു കളയും. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ മുൻകാലത്ത് പിതാക്കന്മാർ പണിതായിട്ടുള്ള മനോഹരമായ കെട്ടിടങ്ങളെല്ലാം ഇപ്പോൾ ഒന്നുകിൽ പൊളിച്ചു കളയുന്നു, അല്ലെങ്കിൽ അത് മറ്റുള്ള ആളുകളെ
വില കൊടുത്ത് വാങ്ങിയിട്ട് അവിടെ മറ്റു പല സംഭവങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പള്ളിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം കെട്ടിടത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് അതൊക്കെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാ പുരോഹിതന്മാരും, എല്ലാ പട്ടക്കാരും, എല്ലാ അച്ഛന്മാരും, എല്ലാ മെത്രാന്മാരും, എല്ലാ പാസ്റ്റേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. കെട്ടിടങ്ങളിൽ ദൈവം വസിക്കയില്ല. ദൈവത്തെ എവിടെയെങ്കിലും നമുക്ക് കൊണ്ട് കുടിയിരുത്താൻ കഴിയുകയില്ല. അൾത്താറയിൽ ദൈവത്തിനെ കുടിയിരുത്താൻ കഴിയുകയില്ല. അങ്ങനെ നിങ്ങൾ കുടിയിരുത്തുകയോ അങ്ങനെ നിങ്ങൾ കെട്ടിടങ്ങൾ പണിത് അവിടെ ദൈവത്തെ കുടിയിരുത്തുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്താഗതിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ സൃഷ്ടിയായിട്ടുള്ള ഒരു ദൈവ സങ്കല്പമാണ്. എന്നാൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ചവനായ ദൈവം അങ്ങനെ ഒരു കെട്ടിടങ്ങളിലും വാസം ചെയ്യുന്നവനല്ല. വളരെ കൃത്യമായിട്ട് ദൈവവചനം അത് പറയുന്നുണ്ട്. ക്രോണിക്കിൾസ് അഥവാ ദിനവൃത്താന്തം, ആ പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ബൈബിളിലുള്ളതാണ്, പഴയ നിയമത്തില്, അത് വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവം മനുഷ്യന്റെ കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നവനല്ല. പിന്നെ അവൻ എവിടെയാണ് വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വിശ്വാസികളുടെ മധ്യയാണ്, വിശ്വാസികളിലാണ്. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നമ്മളിൽ ക്രിസ്തു വസിക്കണം, നമ്മുടെ മധ്യേ കർത്താവ് വസിക്കണം. കെട്ടിടത്തിലല്ല, മരത്തണലുകളിലായാലും കാരാഗ്രഹങ്ങളിലായിരുന്നാലും പറയും ചാപ്പലുകളിലായിരുന്നാലും വലിയ കെട്ടിടങ്ങളിലായിരുന്നാലും ചെറിയ പള്ളികളിലായിരുന്നാലും ദൈവം തന്റെ മക്കൾ കൂടി വരുന്നിടത്താണ് വസിക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, 2 or 3 പേര് എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യയുണ്ട്, നിങ്ങളുടെ മധ്യയുണ്ട്. അതാണ് കർത്താവ് യേശുവിന്റെ വാക്തത്വം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് പള്ളി കെട്ടിടങ്ങൾക്ക് വേണ്ടി, പള്ളി വേണം വേണ്ട എന്നുള്ള അച്ഛൻ പറയുന്നത് സാമാന്യം മര്യാദയായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കൂടി 10,000 or 2,000 ആളുകളുടെ ശേഷി അനുസരിച്ച് ആളുകൾക്ക് വന്നിരിക്കാവുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിനെ മോടി പിടിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് അത് ഓർത്തുകൊള്ളണം. നിങ്ങളുടെ ഒരു തലമുറ കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത തലമുറ അതിനകത്ത് വരുമോ എന്ന് പോലും അറിയാത്ത വിധത്തിൽ ഇന്ന് പല ദേവാലയങ്ങളും ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് തന്റെ മക്കളുടെ ഇടയിലാണ്, നമ്മളിലാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലാണ് വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിന്റെ അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ തന്റെ സഭയുടെ വാതിക്കൽ നിന്നുകൊണ്ട് കർത്താവ് മുട്ടുകയാണ്, ഞാനൊന്ന് പ്രവേശിച്ചോട്ടെ എന്ന് ചോദിക്കാനായിട്ട്. ഇന്ന് അനേക സഭകളിലും ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ് പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിലും നടക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ കൂടി വരുന്നിടത്ത് ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമുണ്ടോ, നമ്മളിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ എന്ന് ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് പരിചിന്തനം ചെയ്യണം. ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. നമ്മളിലൊക്കെയും യേശു വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. സഭ എന്ന് പറയുന്നത് ജീവനുള്ള വിശ്വാസികൾ ഒരുമിച്ച് കൂടി വരുന്നിടത്ത് നിലകൊള്ളുന്ന ആ കൂട്ടായ്മയാണ്. സഭ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഒന്നാമതായിട്ട് സഭ നിലകൊള്ളേണ്ടുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ്. വിശുദ്ധ ബൈബിളില് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാക്കി ആകേണ്ടതിന്. അപ്പോൾ സഭയുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവനാമം ഉയർത്തിപ്പിടിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ്. ദൈവനാമത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം ആരാകുന്നുവെന്ന് ലോകത്തോടെ പ്രഖ്യാപിക്കാനായിട്ടുള്ളതാണ്. ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാനുള്ള ഏറ്റവും വലിയ ഉപകരണമാണ്, മുഖാന്തരമാണ്. ദ മീൻസ് ടു പ്രൊക്ലെയിം ഗോഡ്സ് ഗ്ലോറി ഈസ് ദ ചർച്ച്. അത് മറന്നു പോകരുത്. ഈ 22-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവനാകുന്നു. അതെ, നമ്മുടെ ദൈവം സ്തുതികളിന്മേൽ വാസം ചെയ്യുന്നവരാണ്. രണ്ടാമതായിട്ട് വിശ്വാസികളെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ് സഭ. നമുക്കറിയാവുന്ന പോലെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നത്, വിശുദ്ധന്മാരെ ശുശ്രൂഷയുടെ പ്രവൃത്തിക്കായി സജ്ജമാക്കേണ്ടതിന് വേണ്ടിയിട്ടും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ പണിയപ്പെടുവാനും വേണ്ടിയിട്ടാണ് സഭ നിലകൊള്ളേണ്ടത്. അപ്പൊ സഭ ആത്മീയ വളർച്ചയുടെ ഒരു സ്ഥലമാണ്, വചന പഠനത്തിന്റെ കേന്ദ്രമാണ്, ശിഷ്യത്വത്തിന്റെ ശാലയാണ്. ഒന്നുകൂടെ പറയാം, സഭ എന്ന് പറയുന്നത് ആത്മീയ വളർച്ചയുടെ സ്ഥലമാണ്, വചന പഠനത്തിന്റെ കേന്ദ്രമാണ്, ശിഷ്യത്വത്തിന്റെ ശാലയാണ്, പാഠശാലയാണ്. കൊലോസ്യ ലേഖനത്തിൽ
ദൈവവചനം പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ക്രിസ്തുവിൽ പൂർണ്ണരായ മനുഷ്യരായി എല്ലാവരെയും സമർപ്പിക്കേണ്ടതിന്, നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന്, ലോകത്തോട് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി നമ്മളെ തികഞ്ഞവരായി നിർത്തണം. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമായിട്ട് നാം കൂടി വരുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഇന്ന് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണോ അതോ ഇരുട്ടാണോ എന്നുള്ളത് സ്വയം പരിശോധന നടത്തണം. രണ്ടാമതായിട്ട് നാം ഭൂമിയുടെ ഉപ്പാകാൻ വേണ്ടിയിട്ടാണ്. ഉപ്പെന്തിനു വേണ്ടിയിട്ടാണ്? രുചി വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇഴുകിച്ചേർന്നെങ്കിൽ മാത്രമേ രുചി വരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ വെളിച്ചമായിട്ടിരിക്കുവാൻ, ഇരുട്ടിൽ കഴിയുന്ന ജനത്തിന് വെളിച്ചമാകുവാനും, രുചിയില്ലാത്ത സ്വാദിഷ്ടമല്ലാത്ത ജനത്തിന് സ്വാദിഷ്ടമായി തീരുവാൻ വേണ്ടിയാണ് സഭ നിലനിൽക്കേണ്ടത്. വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തല നടപടികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നിങ്ങള് ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഭ ലോകത്തിലേക്കുള്ള ദൈവത്തിന്റെ ദൂതുവാഹകരാണ്. ഞാനും നിങ്ങളും ദൂതുവാഹകരാണ്. അതുകൊണ്ട് നിങ്ങൾ മതപരിവർത്തനം നടത്താൻ പോയിട്ടല്ലേ അടികൊള്ളുന്നെന്ന് പറയുന്ന സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന എന്റെ ക്രിസ്തീയ നാമധാരികളായിട്ടുള്ള സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ഇത് ക്രിസ്തുവിന്റെ നിയോഗമാണ്. ദ ഗ്രേറ്റ് കമ്മീഷൻ ഫ്രം അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് വി ഷുഡ് ഗോ ആൻഡ് പ്രൊക്ലെയിം ദ ഗ്ലാഡ് ടൈഡിംഗ്സ് ദാറ്റ് ജീസസ് ഈസ് ദ സേവിയർ ഫോർ ദ എൻറ്റയർ വേൾഡ്. സർവ്വലോകത്തിന്റെയും മുഴു ലോകത്തിന്റെയും രക്ഷിതാവാണ് യേശു ക്രിസ്തു എന്നുള്ള ആ വലിയ സന്ദേശം നൽകുക എന്നുള്ള വലിയ ദൗത്യം സഭയ്ക്കുള്ളതാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാത്തത് നിങ്ങൾ സഭയുടെ ഭാഗമല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ സഭയുടെ ശത്രുക്കളായതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്. നിങ്ങൾ ക്രിസ്തുവിന്റെ നാമധാരികളായിട്ടൊക്കെ ഇരിക്കുന്നുവെങ്കിലും നിങ്ങൾ ക്രിസ്തുവിന്റെ ശത്രുക്കളാകുന്നത് കൊണ്ട് വാസ്തവത്തിൽ പ്രേക്ഷിത ദൗത്യത്തിന്റെ മഹത്വവും മാഹാത്മ്യവും മനസ്സിലാക്കാൻ കഴിയുകയില്ല. നമുക്കറിയാമല്ലോ, കേരളത്തില് ധാരാളം ആളുകൾ കാണുന്ന ഒരു ചാനലാണ് മറുനാടൻ ചാനൽ. ആ മറുനാടൻ ചാനലിലൂടെ പ്രിയപ്പെട്ട എന്റെ സ്നേഹിതനായിരിക്കുന്ന ഷാജൻ സ്കറിയ പലപ്പോഴും പറയാറുള്ള കാര്യം, മതപരിവർത്തനം തെറ്റാണ്. ഞങ്ങളും അത് ആവർത്തിച്ച് പറയുന്നു, മതപരിവർത്തനം തെറ്റാണ്. പ്രിയ സഹോദര, ഞങ്ങൾ മതപരിവർത്തനം അല്ല ചെയ്യുന്നത്, മറിച്ച് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവം രക്ഷിക്കുന്നു എന്നുള്ള വലിയ സദ്വർത്തമാനം പറയുകയും അങ്ങനെ ആ സദ്വർത്തമാനം കേട്ട് വിശ്വസിച്ച് രക്ഷാനുഭവത്തിലേക്ക്, ക്രിസ്താനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നവരെ ഒരുമിച്ച് കൂട്ടി സത്യദൈവത്തെ ആരാധിക്കാനായിട്ട് പ്രേരണ കൊടുക്കുകയും ചെയ്തതാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ. അതിന് ചിലപ്പോൾ ആലയങ്ങൾ പണിതു എന്ന് വരാം, ചിലപ്പോൾ പണിതില്ല എന്ന് വരാം. അതൊക്കെ ഓരോ സഭകളുടെയൊക്കെ ആവശ്യമനുസരിച്ചൊക്കെയാണ് അത് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഒരു മതപരിവർത്തനത്തിലല്ല ക്രൈസ്തവ സഭ നിലകൊള്ളുന്നത്. നിങ്ങൾക്ക് സഭ എന്താണെന്ന് വാസ്തവത്തിൽ അറിയാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഷാജൻ സ്കറിയെ പോലെയുള്ള ആളുകള് ക്രൈസ്തവ സഭ എന്താണെന്ന് ഇതുവരെ പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ടില്ല. സഹോദരനും സഹോദരിയൊക്കെ അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെയുള്ള കുടുംബത്തിലെ അംഗമൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങള് വാസ്തവത്തിൽ എന്താണ് സഭ എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം നാറ്റം വമിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാനും കാണാനും ധാരാളം യഥേഷ്ടം ആളുകൾ ഉണ്ടാവും. അതൊക്കെ അവിടെ കിടക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക വരുമാനവും അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്യോഗമാണ്. അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. അത് നിങ്ങൾ തുടരുക തന്നെ വേണം. പക്ഷേ നിങ്ങൾ അറിയേണ്ട വാസ്തവമായ കാര്യം, സഭ എന്ന് പറയുന്നത് മതപരിവർത്തനമല്ല, മറിച്ച് ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനത്താൽ മനുഷ്യൻ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടി വന്നവനായ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാൻ വന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹം അറിയുന്നവരെ ഒരുമിച്ച് ചേർത്ത് അവരെ സംസ്ഥാപിതമാക്കുന്ന, ക്രിസ്തു സംസ്ഥാപിതമാക്കുന്ന ഒരു കൂട്ടമാണ് സഭ. അത് മതമല്ല. മതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, മതാചാരങ്ങളുമായിട്ട് ബന്ധമില്ല. മറിച്ച് അവന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവാരൂപിയാൽ അവൻ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുവാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നതാണ്. അതിനെയാണ് നിങ്ങൾ എതിർക്കുകയും അതിനെയാണ് നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ തകർക്കാനും ഒക്കെ ശ്രമിക്കുന്ന, എതിർക്കുന്ന ആളുകളോട് ദൈവവചനം പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ആൻഡ് ദ ഗേറ്റ് ഓഫ് ദ ഹേഡ്സ് കാനോട്ട് ഓവർപവർ ഇറ്റ്. യേശു കർത്താവ് പറഞ്ഞാണ്, ഞാൻ എന്റെ സഭയെ പണിയും. കർത്താവാണ് സഭയെ പണിയുന്നത്, കർത്താവിന്റെയാണ് സഭ. അത് പണിയുന്നത്
പലരിൽ കൂടി ആയിരിക്കും. പക്ഷേ ആ പണിയുന്ന സഭയെ തകർക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ പറയുന്നതായിട്ടുള്ള വാക്കുകൾ കൊണ്ടോ നിങ്ങൾ അഴിച്ചുവിടുന്നതായിട്ടുള്ള മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സഭയെ തകർക്കാൻ കഴിയുകയില്ല സഹോദര എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറിച്ച് കർത്താവ് തന്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കും. സഭയുടെ യഥാർത്ഥ ദൗത്യം എന്താണ്? ദ ഗ്രേറ്റ് കമ്മീഷൻ അഥവാ മഹാദൗത്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആകയാൽ നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക. അതാണ് സഭയുടെ ദൗത്യം. സകല ജാതികളെയും സകല മനുഷ്യരെയും. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വരും, കാരണം അവർ അജ്ഞരാണ്. അവരെ വസ്ത്രം ധരിപ്പിക്കേണ്ടി വരും, കാരണം അവർ നേക്കഡാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും, കാരണം അവരുടെ ജീവിതത്തിൽ പട്ടിണിയായിരിക്കും. അതൊക്കെ ഞങ്ങൾ ചെയ്യും, കാരണം അത് അവരെ ശിഷ്യത്തിലേക്ക് ദൈവഭാഗത്തേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നതാണ്. ഈ എളിയവരിൽ നിങ്ങൾ ചെയ്തൊക്കെയും എനിക്കാകുന്നു ചെയ്തതെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് ഞങ്ങളോട് ഞങ്ങളെ നിയോഗിച്ച് അയക്കുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷയിൽ പാവപ്പെട്ടവനെ പരിരക്ഷിക്കാൻ അവൻ ആവശ്യമായിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. അത് ഒരു മതത്തിലേക്ക് ആകർഷിക്കാനല്ല, മറിച്ച് മനുഷ്യനെ ഞങ്ങൾ സ്നേഹിക്കുന്നുകൊണ്ടും ദൈവം സ്നേഹവാനാണെന്ന് മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നതുകൊണ്ടും ആകുന്നു എന്നുള്ളത് സ്നേഹത്തോടെ പ്രത്യേകിച്ച് സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളോടും സംഘപരിവാർ സംഘാംഗങ്ങളോടും ഞങ്ങള് പറയട്ടെ. അത് സ്നേഹത്തിന്റെ ഭാഷത്തിലാണ് പറയുന്നത്. നിങ്ങളെയും യേശു ക്രിസ്തു സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വന്മാരായ മിഷണറിമാർ വന്ന് ഈ ദേശത്ത് ഭാഷ ഉണ്ടാക്കി തന്നതും നിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുവാനും അവിടെ പഠിക്കുവാനും ഇന്ന് നമ്മുടെ സാഹോദര്യ ബന്ധത്തിലൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുവാനും ഇടയായിത്തീർന്നത്. കാരണം ഇത് ഞങ്ങളെ കർത്താവ് നിയോഗിച്ച് അയച്ച ഒരു വലിയ ദൗത്യമായിട്ട് ഓരോ വ്യക്തികളും കണ്ട് അവരാൽ കഴിയുന്നിടത്തോളം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഞങ്ങളെ കുത്താനായിട്ട് ശൂലവുമായിട്ട് വരുമ്പോഴും ഞങ്ങൾക്ക് നേരെ തീപ്പന്തങ്ങളുമായിട്ട് വരുമ്പോഴും ഓർത്തുകൊള്ളുക, കർത്താവ് തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കും. ആ സഭയിൽ നിങ്ങളും ഒരു സമയത്ത് ഉൾപ്പെടുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. എവിടെല്ലാം ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സഭ ശക്തിപ്പെട്ടിട്ടുണ്ട്. കാരണം കർത്താവിൻ്റെതാണ്, ജയശാലിയായ കർത്താവിന്റെയാണ് സഭ. അവൻ മരണത്തെ അതിജീവിച്ചുയർത്തെഴുന്നേറ്റവനാണ്. മരണത്തെ തകർത്തിട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ നിങ്ങൾക്ക് തകർക്കാനോ നിങ്ങൾക്ക് കൊല്ലുവാനോ കഴിയുകയില്ല. കർത്താവിനെ നിങ്ങൾ പീഡിപ്പിക്കുന്നത് കർത്താവിന്റെ ജനമായിരിക്കുന്ന ഞങ്ങളെ പീഡിപ്പിക്കുന്നതിലൂടെയാണ്. പക്ഷെ ഓർത്തുകൊള്ളണം, ഞങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ പീഡ അനുഭവിക്കുന്ന ക്രിസ്തുവിനെയാണ് പീഡിപ്പിക്കുന്നത് എന്നും മറന്നു പോകരുത്. അതുകൊണ്ട് സകല ലോകത്തിലും പോയി സകല സൃഷ്ടികളോടും പ്രേക്ഷിത ദൗത്യം ഏറ്റെടുത്ത് ചെയ്യണമെന്ന്, സുവിശേഷം പ്രസംഗിക്കണമെന്ന് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൗത്യം എന്ന് പറയുന്നത് കെട്ടിടത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ലോകത്തിലേക്ക് പോകുവാനായിട്ടുള്ള ദൗത്യമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് സഭ കർത്താവിന്റെയാണ്. കർത്താവ് സഭയെ പണിയും. സഭ പണിയുന്നത് മെത്രാച്ചനോ അച്ഛന്മാരോ പാസ്റ്റർമാരോ അല്ലെങ്കിൽ ഭരണസമിതികളോ അല്ലെങ്കിൽ ഉപദേശിമാരോ സുവിശേഷന്മാരോ ഒന്നുമല്ല. മാനുഷികമായ പദ്ധതികളല്ല സഭ. യേശു ക്രിസ്തു തന്നെയാണ് സഭയുടെ നിർമ്മിതാവ്. ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് പണിയെ തന്നെ ചെയ്യും. സങ്കീർത്തനത്തിൽ 127:1 പറയുന്നത്, കർത്താവ് ഭവനം പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാ പ്രയത്നിക്കുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, പൗലോസ്ലീഹ നട്ടു, അപ്പല്ലോസ് വെള്ളമൊഴിച്ചു, ദൈവമാണ് വളർത്തുമാറാക്കിയത്. അപ്പൊ നട്ടവനും നനച്ചവനും ഭേദമില്ല, വളരുമാറാക്കുന്ന കർത്താവാണ്. സഭയുടെ നേതാക്കന്മാരുടെ ദൗത്യം പിന്നെന്താണ്? അവരുടെ ദൗത്യം എന്ന് പറയുന്നത് സഭയെ മേയ്ക്കുക എന്നുള്ളതാണ്. ആടുകളായിരിക്കുന്ന വിശ്വാസികളെ അവർ ഷെപ്പേർഡായിട്ട് നിന്നുകൊണ്ട് മേയ്ക്കുക. അപ്പോസ്തല നടപടികൾ 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാൻ അവൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീഹ മിലേത്തോസിലേക്ക് എഫെസോസിലെ മെത്രാന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ആ മെത്രാന്മാരോട് പറയുകയാണ്, കർത്താവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ പരിപാലിച്ചു കൊള്ളണം. അതേപോലെ തന്നെ പത്രോസ്ലീഹ തന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ പറയുകയാണ്, നിങ്ങളിലുള്ള ദൈവത്തിന്റെ ആടുകളെ മേയ്പ്പീൻ. നമ്മുടെ കൂട്ടത്തിലുള്ള ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ് നേതാക്കന്മാരുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഇടയന്മാരുടെ ഉത്തരവാദിത്വം. നേതാക്കന്മാർ ഉടമകളല്ല. അതുകൊണ്ട് അച്ഛന്മാരെയോ
അല്ലെങ്കിൽ പാസ്റ്റർമാരെയോ അല്ലെങ്കിൽ ഉപദേശിമാരെയോ സുവിശേഷന്മാരെയോ ഒക്കെ നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സഭയുടെ ഉടമസ്ഥരെ നിങ്ങൾ കൊന്നു, ഉടമസ്ഥരെ നിങ്ങൾ നശിപ്പിച്ചു എന്ന്. അല്ല പ്രിയമുള്ളവരെ, സഭയുടെ ഉടമസ്ഥർ മനുഷ്യരല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ഉടമസ്ഥരല്ല ഞങ്ങൾ ഓരോരുത്തരും, മറിച്ച് ഞങ്ങൾ വെറും ഇടയന്മാർ മാത്രമാണ്. ഇടയ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമാണ്. അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഈ ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരിക, ആട്ടിൻകൂട്ടത്തെ കാവലിരുന്ന് കാക്കുക, തിന്മയിലേക്ക് പോകാതെ നന്മയുടെ വശത്ത് സഞ്ചരിക്കുവാൻ തക്കവണ്ണം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. മാത്രവുമല്ല, തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തില് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക എന്നുള്ള മഹാദൗത്യമാണ് ഇടയന്മാർക്കുള്ളത്. ഇടയന്മാരുടെ ദൗത്യം ദൈവജനത്തെ വചനപ്രകാരം നയിക്കുക. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 9-ാം വാക്യത്തിലും ശരിയായ സൗണ്ട് ഡോക്ട്രിൻ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ഫെയ്ത്ത് അത് പഠിപ്പിക്കണം എന്നുള്ളതാണ്. മാത്രവുമല്ല, തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4:12 പറയുന്നത് വിശ്വാസികൾക്ക് മാതൃകയായിട്ട് ഇടയന്മാർ ജീവിക്കുക എന്നുള്ളതാണ്. ഇടയന്മാർ മാതൃകയായിരിക്കണം. വിശ്വാസികളെ നയിക്കുവാൻ ഇടയന്മാർക്ക് അവകാശമുള്ളത് അവർ മാതൃകയായിരിക്കുമ്പോഴാണ്. ഞാൻ എൻ്റെ ജനത്തോട് മാതൃകയില്ലെങ്കിൽ അവരെ നയിക്കുവാൻ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇടയന്മാരായിരിക്കുന്നവർ എല്ലാവരും തന്നെ മാതൃകയുള്ളവരായിരിക്കണം. വേഷഭൂഷ്യാദികളിലല്ല ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ആശ്രയബോധത്തിന്റെയും നമ്മുടെ താഴ്മയുടെയും നമ്മുടെ ജീവിത വിശുദ്ധിയുടെയും അനുഭവത്തിലാണ് കർത്താവിന്റെ പ്രസാദം തന്റെ ഇടയന്മാരില് കർത്താവ് ചൊരിയുക എന്ന് ആമോസിന്റെ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്ന് വിശ്വാസ വീരന്മാരായിട്ടുള്ള നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവവചനം പറയുകയാണ്. അതുകൊണ്ട് അനുകരിക്കുവാൻ, വിശ്വാസികൾക്ക് അനുകരിക്കുവാൻ തക്കവണ്ണം മാതൃകയുള്ളവരായിരിക്കണം അവരെ നയിക്കുന്നതായിട്ടുള്ള ഇടയന്മാർ എന്നുള്ളതും ഇടയന്മാർ മറന്നു പോകരുത്. അപ്പൊ ഇവിടെ സഭയുടെ തലവൻ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊലോസി ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവാണ് സഭയുടെ തലവൻ. യേശു ക്രിസ്തുവാണ് സഭയുടെ തലവൻ. സഭയ്ക്ക് ഒരേ ഒരു തലവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ക്രിസ്തു സഭയുടെ തലവൻ ആകുന്നു എന്ന് വീണ്ടും പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, കെട്ടിടത്തിലല്ല കർത്താവ് വസിക്കുന്നത്. നാം തന്നെയാണ് സഭ. വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. സഭയുടെ ദൗത്യം പൂർത്തിയാകുന്നത് നാം വിശുദ്ധരായി ജീവിക്കുമ്പോഴാണ്, നാം സാക്ഷികളായി നിൽക്കുമ്പോഴാണ്, നാം സ്നേഹത്തിൽ നടക്കുമ്പോഴാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സഭാ കൂട്ടായ്മകളെ, സഭയെ ഉപേക്ഷയായിട്ട് വിചാരിക്കാൻ പാടില്ല, വിട്ടുകളയരുത്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സജീവ അവയവങ്ങളായി ജീവിക്കണം എന്ന് ദൈവവചനം പറയുന്നു. സഭാ ദൈവത്തിന്റെ ഹൃദയാഭിലാഷം നിറവേറ്റുന്ന ശക്തമായ സാക്ഷികളായി നിൽക്കുവാൻ തക്കവണ്ണം ഈ 21-ാം നൂറ്റാണ്ടിൽ സാധിക്കട്ടെ. ഒരു റിവൈവൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. വ്യത്യസ്തമായ ആരാധനാ രീതികളോ വ്യത്യസ്തമായ വിശ്വാസ ക്രമങ്ങളോ ഒക്കെ നമുക്കുണ്ടാകും. പക്ഷേ നാം എല്ലാം വിശ്വസിക്കുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ വാടാത്ത കിരീടം പ്രാപിക്കാൻ തക്കവണ്ണം നമുക്ക് നല്ല സാക്ഷികളായി ജീവിക്കാം. അങ്ങനെ സഭ എന്താണെന്നുള്ളത് ലോകം അറിയട്ടെ, നമ്മുടെ സമസൃഷ്ടങ്ങൾ അറിയട്ടെ, നമ്മുടെ സഹ വിശ്വാസികൾ മാത്രമല്ല നമ്മുടെ സഹപ്രവർത്തകർ അറിയട്ടെ, അതുപോലെ നമ്മുടെ രാജ്യത്തിലുള്ള ഓരോ വ്യക്തികളും അറിയട്ടെ. സുവിശേഷം അറിയിക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ ദൗത്യമായി തന്നെ നിലനിൽക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടും സുവിശേഷ വിരോധികളായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങളോട് ഒരു വാക്കോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ക്രിസ്തീയ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നതനുസരിച്ച് സഭ വളർന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഞങ്ങൾ ചത്തിട്ടായിരിക്കും. ദ ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ആർ ദ സീഡ് ഓഫ് ദ ചർച്ച്. അത് നിങ്ങൾ മറന്നു പോകരുത്. അതായത് രക്തസാക്ഷികളായിട്ടുള്ളവരുടെ രക്തമാണ് സഭയുടെ വിത്ത്. നിങ്ങൾ ഉപദ്രവിക്കും തോറും സഭ നാൾക്ക് നാൾ ശക്തിപ്പെട്ട് വളരും. നന്ദി, നമസ്കാരം.